ഇത്തവണത്തെ അക്കാഡമി അവാർഡ്സിൽ ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്നിങ്ങനെ 4 ഓസ്കാർ അവാർഡ്സ് നേടിയ സിനിമയാണ് ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത്. അനോറ എന്ന ഈ ഫിലിം ഇതിനൊക്കെ വെർത്താണോ എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. പറ്റുമെങ്കിൽ സിനിമ കാണുന്നുണ്ടെങ്കിൽ ഫോണിലും ലാപ്പിലും ഒന്നും കാണാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടാൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. സിനിമയുടെ ആദ്യത്തെ ഒരു 40 മിനിറ്റ് രാത്രി കാലങ്ങളിൽ വിദേശയാത്ര ചെയ്തെത്തുന്ന ആ സുന്ദര ലോകത്തിന്റെ ഒരു അവതരണമായിട്ടൊക്കെ തോന്നും. അത് കഴിഞ്ഞാണ് ശരിക്കും സിനിമ അടിപൊളിയാവുന്നത്. നമ്മുടെ ഈ ജനറേഷനിൽ പലരും ചെയ്യുന്ന മിസ്റ്റേക്കുകളൊക്കെ, പറ്റിപ്പോകുന്ന അബദ്ധങ്ങളൊക്കെ അതുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫണ്ണി മൊമെന്റ്സ് ഉള്ള, ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കുന്ന നല്ലൊരു സിനിമയാണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഒറ്റയ്ക്കോ പാർട്ണറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് കാണാം. ഒരു ഫാമിലി മൂവിയല്ല, 18+ സീൻസ് ഒരുപാടുണ്ട്. വിവാഹം ചെയ്യാൻ അർഹയല്ലാത്തൊരു പെൺകുട്ടി ഒരു വിവാഹത്തിലേക്ക് പോകുന്നതും പിന്നീട് അവളുടെ ലൈഫിൽ സംഭവിക്കുന്നതൊക്കെയാണ് കഥ. ഇവളാണ് നമ്മുടെ കഥാനായിക അനോറ. ബൈ ദ വേ, പുള്ളിക്കാരിയെ അനോറ എന്ന് വിളിക്കുന്ന നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. പുള്ളിക്കാരിയെ നമുക്ക് ആനി എന്ന് വിളിക്കാം. ആനി ഒരു സ്ട്രിപ്പറാണ്, കോൾ ഗേളാണ്, പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, അങ്ങനെയൊക്കെ പറയാം. ഒറ്റ ഉദ്ദേശം മാത്രം, പണം ഉണ്ടാക്കുക. അതിന് അവളുടെ ആയുധം അവളുടെ ശരീരമാണ്. പണത്തിന് വേണ്ടി ആരുടെ കൂടെയും പോവും, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. അങ്ങനെ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കുന്നവളാണ് നമ്മുടെ ആനി. ഇപ്പം തന്നെ ഈ പബ്ബിൽ വന്നിട്ടുള്ള സമ്പന്നരായ ആണുങ്ങളുടെ അടുത്ത് കുഞ്ചി കഴിഞ്ഞ്, ഹായ് സാർ, നിങ്ങൾ ഒറ്റയ്ക്കാണോ, കമ്പനി വേണോ, ഞാൻ ഫ്രീ ആണ് കേട്ടോ എന്നൊക്കെ ചോദിച്ച് പ്രകോപിപ്പിച്ച് അവരുടെ കൂടെ പോകാൻ ശ്രമിക്കുകയാണ്. ആനിയെ പോലെ ഇവിടെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശം പണം തന്നെ. ശരിക്കും ഇവർ തമ്മിൽ മത്സരമാണ്. നല്ല ആളുകളെ ചൂസ് ചെയ്ത്, കൂടുതൽ പണമുള്ളവരെ ചൂസ് ചെയ്ത് കൂടുതൽ പണം കൈക്കലാക്കാൻ വേണ്ടി. ശരിക്കും ഇത് വലിയൊരു ബിസിനസ്സാണ്. ആനിയെ പോലെ എന്തിനു തയ്യാറായിട്ടുള്ള പെണ്ണുങ്ങളെ ഇവിടെ കൊണ്ടുവരിക, അതേപോലെ അവരെ ആവശ്യമുള്ള ആളുകളെ ഇവിടെ എത്തിക്കുക. ഇരുകൂട്ടരെയും മുട്ടിച്ച് ഇതിനിടയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന കുറെ ഇടനിലക്കാരുണ്ട്. അതിലൊരുത്തനാണ് ഇവൻ ജിമ്മി. ജിമ്മിക്ക് ഇപ്പോൾ അതിസമ്പന്നനായ ഒരു റഷ്യക്കാരൻ പയ്യനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആനിക്ക് റഷ്യൻ ലാംഗ്വേജ് അറിയാവുന്നതുകൊണ്ട് അവനെ ഡീൽ ചെയ്യാൻ ആനിയെ തന്നെ ഏൽപ്പിച്ചു. ഇവനാണ് ആ പയ്യൻ. ഇവന്റെ പേര് ഇവാൻ. അവന്റെ അടുത്ത സുഹൃത്തുക്കൾ അവനെ വാനിയ എന്ന് വിളിക്കും. പുള്ളിക്കാരൻ അടിച്ചു പൊളിച്ച് ജീവിതം ആഘോഷിച്ച് ജീവിക്കുന്നു. അവന്റെ രീതി അനുസരിച്ച് ഇതൊക്കെയാണ് ലൈഫ്. എന്താഗ്രഹിച്ചാലും നേടാനുള്ള പണമുണ്ട്. പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സോ ഓരോ മൊമെന്റും അത്രമേൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയും ജീവിക്കുന്നു. ആനിക്കും ഭാര്യ കോരി പണം കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള ഇവരൊക്കെ സ്ട്രിപ്പേഴ്സ് ആണ്. കുറച്ച് സമയത്തേക്ക് ഇവിടെ വരുന്ന ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ജോലി. ഒരുമാതിരി അങ്ങ് പ്രോസ്റ്റിറ്റ്യൂട്ട് ലെവലിലേക്ക് പോകരുത് എന്നൊക്കെ പറയുമെങ്കിലും ഈ ലിമിറ്റൊക്കെ പൊട്ടിച്ച് വാനിക്ക് വേണ്ടി ആനി കുറേ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവനെ ഇവൾക്കങ്ങ് ബോധിച്ചു. അവന്റെ പണത്തെ ഇവൾക്കങ്ങ് ബോധിച്ചു. പബ്ബിന് പുറത്തേക്കും ഇവരുടെ ഈ ബന്ധം ആനി വളർത്തിയെടുക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ വാനി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇവൾ അവന്റെ വീട്ടിലും ചെല്ലുന്നുണ്ട്. അവന്റെ വീട് കണ്ടില്ലേ, നല്ല അടിപൊളി വലിയൊരു വീട്. ഇതൊന്നും ഇവന്റെ പണമല്ല. ഇവന്റെ പേരൻസ് പഠിക്കാൻ ഇങ്ങോട്ട് അയച്ചതാണ്. എന്നാൽ ചെക്കൻ ഒന്നും പഠിക്കുന്നില്ല, പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കോളേജിലൊന്നും പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പുള്ളിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ. വാനിയുടെ പണം മാത്രം ലക്ഷ്യം വെച്ചാണ് ആനി ഇങ്ങോട്ട് വന്നതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അതിസമ്പന്നനായ ഒരു വ്യക്തിയെ എക്സ്ക്ലൂസീവായിട്ട് അവൾക്ക് കിട്ടിയിരിക്കുമല്ലേ. ഈ അവസരം നന്നായിട്ട് മുതലാക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ വാനിയ ആവശ്യപ്പെടുന്നത് എന്തും അവന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവൻ 21 വയസ്സേ ഉള്ളൂ, ഇവൾക്ക് 23. വാനിയ എന്താ ചെയ്യുന്നത്, എന്ത് ബിസിനസ്സാന്നൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോൾ ആദ്യം അവനിവിടെ മയക്കുമരുന്ന് പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സംഭവം അവൻ തമാശ പറഞ്ഞാണ്. ഇവന്റെ അച്ഛൻ റഷ്യയിലെ ഭയങ്കര വലിയൊരു പണക്കാരനാണ്. ആനിയോട് തന്റെ അച്ഛന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ വാനിയ പറഞ്ഞു. അവൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ വാനിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അത്ര സമ്പന്നരാണ് ഇവരെങ്ങനെ ഇത്ര പണക്കാരായി എന്നൊക്കെ ചോദിച്ചാൽ അത് സിനിമയിൽ വ്യക്തമായി പറയുന്നില്ല. എങ്കിലും കുറച്ച് ചരിത്രത്തിലേക്ക് പോയാൽ നമുക്ക് വ്യക്തമാണ്. മിഖായിൽ ഗാർബച്ചോവിനെ അറിയത്തില്ലേ, സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ്. പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോളിസീസ് ആണ് ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരസ്ട്രോയിക്ക. ഒരു തരത്തിൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് കാരണമായത് ഈ പോളിസീസ് ആണെങ്കിലും ഒരുപാട് ലക്ഷപ്രഭുക്കളെ, കോടീശ്വരന്മാരെ അതിസമ്പന്നരാക്കിയ, ശതകോടീശ്വരന്മാരാക്കിയതും ഇതേ പോളിസീസ് തന്നെയാണ്. അതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ മാത്രം നടന്നിരുന്ന പല സംഭവങ്ങളും പുറത്തു കൊണ്ടുവന്നത്, ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ പല തീരുമാനങ്ങളും എടുക്കാൻ തുടങ്ങിയത്, ഈ ഓപ്പൺനെസ്സും മാർക്കറ്റിൽ വന്ന മാറ്റങ്ങളും മാർക്കറ്റ് സെഗ്മെന്റേഷൻസും ഒക്കെ കാരണം അവിടുത്തെ കോടീശ്വരന്മാർ ശതകോടീശ്വരന്മാരായി മാറി. ഇവന്റെ അപ്പന്റെ പണത്തിന് ഇവനിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ഇവിടെ ബ്രൂക്ലിനിൽ എത്ര വലിയ വീടാ വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ. എല്ലാ തരത്തിലുള്ള സൗകര്യവും ചെക്കന് പഠിക്കാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചെക്കൻ പഠിക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും മാനിക്ക് ഇവിടെ ഒരുപാട് പണം ഉണ്ടാക്കാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. വാനിയെ സന്തോഷിപ്പിച്ച് അവൻ ആഗ്രഹിക്കുന്ന പോലെ അവനെ സുഖിപ്പിച്ചങ്ങ് നിന്നാൽ മതി. ഇവൾക്ക് ആവശ്യമുള്ള അത്രയും പണം അവൻ കൊടുക്കും. ഇക്കാര്യങ്ങളൊക്കെ ആനി അവളുടെ ഒരു സുഹൃത്തിനോട് ഷെയർ ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന മറ്റൊരു പുള്ളിക്കാരി ഇവളെ ചുമ്മാ ചൊറിയുന്നുണ്ട്. സംഭവം ഈഗോ ആണ്. ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ തമ്മിൽ ഈഗോ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ആ വെള്ളമുടിക്കാരിക്ക് ആനി ഒട്ടും അങ്ങോട്ട് ഇഷ്ടമല്ല. ഇവൾക്ക് ഇത്ര വലിയൊരു പണച്ചാക്കിനെ കിട്ടിയത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കുത്തലാണ്. ഏതായാലും ആനി അവളാൽ പറ്റും വിധം വാനിയെ പരമാവധി സന്തോഷിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ന്യൂ ഇയർ ദിവസം അവന്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന പാർട്ടിയിൽ ഇവളെ ഇൻവൈറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഡേ ബൈ ഡേ ഇവരുടെ ബന്ധം ഇങ്ങനെ കൂടുതൽ ദൃഢമായി വരുന്നു. അങ്ങനെ പോകെ ഒരിക്കൽ വാനിയ തന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് തന്നോടൊപ്പം ഒരാഴ്ച മുഴുവൻ സ്പെൻഡ് ചെയ്യാനായിട്ട്, ഒരാഴ്ച മുഴുവൻ ഇവനെ സന്തോഷിപ്പിക്കാനായിട്ട് അവൾക്ക് എത്ര പണം കൊടുക്കണമെന്ന് ചോദിച്ചു. $15,000 ഓക്കെ ആണെന്ന് അവള്. തുടർന്ന് അങ്ങോട്ട് ഒരാഴ്ച മുഴുവൻ ആനി വാനിയുടെ കൂടെയായിരുന്നു. വാനിയുടെ സുഹൃത്തുക്കളൊക്കെ അവൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അവൻ സ്ഥിരമായി പോകാറുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്നു. ഈ കടയൊക്കെ കണ്ടില്ലേ, ഇവരൊക്കെ ഇവന്റെ ഫ്രണ്ട്സ് ആണ്. അവനെ സംബന്ധിച്ചിടത്തോളം കാശിന് യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും വാരി കോരി കൊടുക്കും. പണം കൊടുക്കുന്നിടത്തോളം കാലം അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഈ പ്രായമായി അപ്പൂപ്പനെ കണ്ടില്ലേ, ബില്ലി, ഇദ്ദേഹത്തിൻ്റെതാണ് ഈ കട. ഈ പ്രായത്തിലും ഈ പിള്ളേരൊക്കെ കൂട്ടാണ് പുള്ളിക്കാരൻ്റെ റോളം. അതുകൊണ്ട് തന്നെ ഇവരിവിടെ എന്ത് കാണിച്ചാലും പുള്ളിയൊന്നും പറയാറില്ല. എല്ലാവരും കൂടെ ഒരു വെക്കേഷനൊക്കെ പോലെ നേരെ ലാസ് വേഗാസിൽ പോയി അടിച്ച് പൊളിച്ച് അറുമാതിച്ച് അങ്ങനെ ഒരു പോക്ക്. ആനിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുള്ളിക്കാരി ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ രീതിയിൽ എൻജോയ് ചെയ്യുന്നത്. ലൈഫ് ലോങ് ഇങ്ങനെ
ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കാൻ ഇതിലും കൂടുതൽ എന്താ വേണ്ടത്? എപ്പോഴും കൂടെ നല്ല അടിച്ചുപൊളി ഫ്രണ്ട്സ്, പാർട്ടി, പബ്ബ്, ആവശ്യത്തിന് സാധനങ്ങൾ ആൻഡ് ഇവരുടെ മറ്റു പല ഫാന്റസികൾ, അങ്ങനെ ലൈഫിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം നടക്കുന്ന അവസ്ഥ. ആ ആഴ്ച മുഴുവൻ സെലിബ്രേറ്റ് ചെയ്ത് ഇതിനൊടുക്കുമാണ് നമ്മുടെ വാന്യ ആനിയോട് പറയുന്നത്. അതായത് അധികം താമസിയാതെ ഇവന്റെ ഇവിടുത്തെ പഠനമൊക്കെ അവസാനിക്കും. ഇവൻ പഠിക്കാറൊന്നുമില്ല, എന്നാൽ ഇവന്റെ കോഴ്സ് ടൈം തീരാറായി. സോ അവനെ തിരികെ റഷ്യയിലേക്ക് പോകണം, അവന്റെ അച്ഛന്റെ കമ്പനിയിൽ ജോലി ചെയ്തോളാം അവന്റെ അച്ഛന് പ്രോമിസ് ചെയ്തിരുന്നു എന്നൊക്കെ. ശരിക്കും തിരികെ റഷ്യയിലേക്ക് പോകാൻ വാന്യക്ക് അത്ര താല്പര്യമില്ല. അമേരിക്കയിൽ തന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ തുടർന്ന് പോകണമെന്നാണ് അവൻ ആഗ്രഹം. എന്നാൽ ആഗ്രഹിക്കുന്ന പോലെ അങ്ങനെ തുടരാൻ പറ്റത്തില്ലല്ലോ. എത്ര പണം ഉണ്ടെങ്കിലും വിസ കാലാവധി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളില്ലേ. സോ ഇനിയും ഇവിടെ തന്നെ തുടർന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ ഒരു അമേരിക്കനെ വിവാഹം ചെയ്യണം. അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി ഇവിടെ തന്നെ തുടരാൻ വേണ്ടി നമ്മുടെ ആനിയെ വിവാഹം ചെയ്യാൻ ഇവൻ ഒരുക്കമാണെന്ന് പറയുന്നുണ്ട്. ആദ്യം അത് കേട്ടപ്പോൾ ആനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. തന്നെ പോലെ ഒരു സ്ട്രിപ്പറിനെ ഇത്ര ശതകോടീശ്വരനായ ഒരു വ്യക്തി വിവാഹം ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൾക്ക് സ്വാഭാവികമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. വാനി അഗെയിൻ ഇതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടപ്പോൾ അവൻ സീരിയസ് ആണെന്ന് മനസ്സിലാക്കി ഇവളും അവനെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചു. ഇരുവരും ലാസ് വേഗാസിൽ തന്നെയുള്ള ഒരു ചാപ്പലിൽ വെച്ച് വിവാഹിതരായി. ശരിക്കും ഇവിടെ ആനയുടെ ഉദ്ദേശം പണം തന്നെയാണ്. ഇത്രയും വലിയൊരു വെൽത്തി ഫാമിലിയിൽ ഭാഗമാണെന്ന് പറയുന്ന അവളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പോലെയാണ്. വാനിക്കാണെങ്കിലോ തിരികെ റഷ്യയിൽ ചെന്ന് അവന്റെ സ്വന്തം പേരൻസിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അമേരിക്കയിൽ തന്നെ നിൽക്കാനായിട്ട് അവൻ കണ്ടുപിടിച്ചൊരു വഴി മാത്രമാണ് ഈ വിവാഹം. ഏതായാലും ഇരുവരും വിവാഹിതരായി. രണ്ടാളും ഭയങ്കര ഹാപ്പി. ആനി അവളുടെ സ്ട്രിപ്പർ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വാനിയുടെ വീട്ടിലേക്ക് താമസവും മാറി. ദേ കണ്ടില്ലേ, ഒരുപാട് വിലയുള്ള ഡയമണ്ട് റിംഗ് ഒക്കെയാണ് ഇവൾക്ക് കൊടുക്കുന്നത്. അവിടുന്ന് കിട്ടിയാൽ തൊട്ടടുത്ത് സീനി കാണുന്ന ഈ പുള്ളിക്കാരനെ കണ്ടില്ലേ, ഈ പള്ളിലച്ചനെ, ഇദ്ദേഹമാണ് ടോറോസ്. വാനിയുടെ റഷ്യയിലുള്ള പേരൻസ് അവന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ വ്യക്തിയാണ്. ഇപ്പോൾ വാനി വിവാഹം ചെയ്തു, ഇനി അമേരിക്കയിൽ തന്നെ തുടരുവാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ പേരൻസ് അങ്ങ് ഞെട്ടിപ്പോയി. ടോറസിനെ വിളിച്ച് ഇങ്ങനെ സഹായിക്കുവാണ്. ചെക്കന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവൻ കല്യാണം കഴിച്ച കാര്യം ഇങ്ങനെ അറിഞ്ഞില്ലത്രേ. ഉടനടി ടോറസ് ഗാർണിക് എന്നൊരു വ്യക്തിയെ കേട്ടത് സത്യമാണെന്ന് അറിയാൻ വാനിയുടെ വീട്ടിലേക്ക് അയക്കുന്നു. ഗാർണിക്കിന്റെ കൂടെയുള്ള ഈ പുള്ളിക്കാരനെ കണ്ടില്ലേ, ഈ മുട്ട, ഇദ്ദേഹമാണ് ഇഗോർ. ആളൊരു സംഭവമാണ്. ഇദ്ദേഹത്തെ പോകെ നമുക്ക് പരിചയപ്പെടാം. ആവശ്യം വന്നാൽ ഗാർണിക്ക് പറയുന്ന അനുസരിച്ച് ഇടിക്കാനും തല്ലാനും ഒക്കെ ഇഗോർ തയ്യാറാവും. ഇപ്പോഴത്തെ കേസിൽ ഇടിക്കൊന്നും ചാൻസ് ഇല്ല. നേരെ ചെന്ന് വാനിയെ മീറ്റ് ചെയ്യുക. അവൻ ഏതോ പെണ്ണെ വിവാഹം ചെയ്തിട്ടുണ്ട്, അത് തെറ്റായ തീരുമാനമാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് എത്രയും വേഗം അവനെ റഷ്യയിലേക്ക് തിരിച്ചയക്കുക. ഇതാണ് ഇവരുടെ ഉദ്ദേശം. ഇരുവരും വാനിയുടെ വീട്ടിലെത്തി. കോളിംഗ് ബെൽ അടിച്ചെങ്കിലും ഇവരാണെന്ന് മനസ്സിലാക്കി വാനി ഡോർ തുറക്കാൻ തയ്യാറാവുന്നില്ല. അവന്റെ ഇഷ്ടപ്രകാരം അവന്റെ വിവാഹം ചെയ്തു, ഇനി താൻ ഇവിടെയാണ് ജീവിക്കാൻ പോകുന്നത്, കൂടുതലൊന്നും സംസാരിക്കാനില്ലെന്നാണ് അവന്റെ മറുപടി. എന്നാൽ ഗാർണിക്കിന് വീടിനുള്ളിലേക്കുള്ള ആക്സസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പുറത്തുനിന്ന് ഡോർ അൺലോക്ക് ചെയ്ത് അകത്ത് കയറി. ആദ്യം തന്നെ വാനിയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇവൻ വിവാഹം ചെയ്തെന്ന് ഉറപ്പുവരുത്തണമല്ലോ. വാനി പ്രൂഫ് കാണിച്ചതും ഇഗോർ ഫോട്ടോ എടുത്ത് ടോറസിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം ടോറസ് ഒരു കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങിൽ എന്തോ ആയിരുന്നേ. വാനിയുടെ കല്യാണം കഴിഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കിയതും ഉടനടി പുള്ളിക്കാരൻ ചടങ്ങിൽ ഇറങ്ങി പോവാണ്. ആഹാ, നല്ല അച്ഛൻ. കുഞ്ഞൊരു ദിവസം കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനിയായാൽ മതിയെന്ന്. പള്ളിയോടും ദൈവത്തിനോടുള്ള കൂറിനേക്കാളൊക്കെ ഒരുപാട് വലുതാണ് പുള്ളിക്കാരന് വാനിയുടെ പേരൻസിനോടുള്ള കൂറ്. സോ അവരാഗ്രഹിക്കുന്ന പോലെ വാനിയെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് റഷ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒട്ടും സമയം കളയാതെ വാനിയെ മീറ്റ് ചെയ്യാൻ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ് ടോറസ്. ഓൺ ദ വേയിൽ തന്നെ ടോറസ് ഗാർണിക്കിന്റെ ഫോണിലേക്ക് വിളിച്ച് നമ്മുടെ വാനിയോട് സംസാരിക്കുന്നുണ്ട്. വാനി വിവാഹം ചെയ്തു എന്ന് മനസ്സിലാക്കി അവന്റെ പേരൻസ് റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. ഇവനൊരു വേശ്യപ്പെണ്ണെ വിവാഹം ചെയ്തു, അത് അവരുടെ കുടുംബത്തിന് ശരിയാവത്തില്ല, അവളെ ഡിവോഴ്സ് ചെയ്യണമെന്നൊക്കെയാണ് അങ്ങേര് ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം കേട്ട് ഒന്നും രണ്ടും പറഞ്ഞ് ആനിയും ടോറസും തമ്മിൽ ഭയങ്കര തർക്കമായി. ഒരു കാരണവശാലും തങ്ങൾ ഡിവോഴ്സ് ചെയ്യില്ല, വാനി അവളുടെ ഭർത്താവാണ്, തങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നൊക്കെയാണ് ആനിയുടെ പക്ഷം. തന്റെ പേരൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞതും വാനി അങ്ങ് പേടിച്ചു. പേരൻസ് എത്തുന്നതിന് മുമ്പ് ഇവിടുന്ന് എങ്ങോട്ടേലും പോകാൻ തീരുമാനിച്ച് വാനി ഡ്രസ്സൊക്കെ ചെയ്ത് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ആനിയോടും എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവളാണെങ്കിൽ പ്രോപ്പറായിട്ട് ഡ്രസ്സ് പോലും ചെയ്യാതെ നിൽക്കുക. ഞാൻ ഇപ്പോൾ ഡ്രസ്സ് ചെയ്തിട്ട് വരാമെന്ന് അവൾ പറഞ്ഞപ്പോൾ വാനിക്ക് അത്രയും പോലും ക്ഷമയില്ല. എന്നാൽ ശരി, നീ ഡ്രസ്സ് ചെയ്തിട്ട് എങ്ങോട്ടേലും പോക്കോ, ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിയ ഒറ്റ ഓട്ടം. ഗാർണിക്ക് അവനെ പിടിക്കാൻ അവന്റെ പുറകെ ഓടിച്ചെന്നെങ്കിലും വീടിന്റെ ഗേറ്റിന്റെ അവിടെ വെള്ളം കിടപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അതിൽ തട്ടി എടുത്തടിച്ചൊരു വീഴ്ച. വാനി എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ആനിക്ക് കൂടെ പോകാനും പറ്റിയില്ല. വീടിനുള്ളിൽ ആനിയെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ ആനിയും ഇഗോറും തമ്മിൽ അടിയായി. അവൾ ഭയങ്കരമായിട്ട് ബഹളം വെച്ചപ്പോൾ മറ്റു വഴിയില്ലാതെ ഇഗോർ അവളെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തി. അവിടെ നിന്നൊരു ലാൻഡ് ഫോണിന്റെ കേബിൾ യൂസ് ചെയ്ത് അവളുടെ കൈ അങ്ങ് കെട്ടിയിട്ടു. എന്നിട്ടും ആനി ഇഗോറിന്റെ കഴുത്ത് കടിച്ചൊരു വരവാക്കുന്നുണ്ട്. ഇവളെയൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തിയുള്ള വഴി എത്ര പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. വാനിയുടെ പുറകെ പോകണമെന്ന് പറഞ്ഞ് ഒരേ ബഹളം വെക്കാന്നേ. ഒരു വഴിയില്ലാതായപ്പോൾ അവളുടെ കാലും കൂടെ കെട്ടിയിടാൻ ഗാർണിക്ക് വന്നപ്പോൾ അവൾ അവന്റെ മോന്ത തീർത്തൊരു ചവിട്ട്. ആഹാ, ഇഗോറിനും കിട്ടി, ഗാർണിക്കിനും കിട്ടി. പാവം ഗാർണിക്കിന്റെ മൂക്കൊടിഞ്ഞു തോന്നുന്നു. അത്രയൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. ഇവള് ഭയങ്കര അപകടകാരിയാണ്. ഇഗോർ ഇപ്പോൾ ഇവളെ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കുന്നതുകൊണ്ട് മാത്രമാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവാത്തത്. താനും ഇവാനും അത്ര ഇഷ്ടത്തിലാണ്, അവൻ തന്നെ ഉപേക്ഷിച്ച് പോകത്തില്ലെന്നൊക്കെ ഇവള് പറയുന്നുണ്ടെങ്കിലും ഇഗോർ പറയുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നുന്നില്ല. അവന് നിന്നെ അത്ര ഇഷ്ടമായിരുന്നെങ്കിൽ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകില്ലായിരുന്നല്ലോ. കാരണം ഇഗോറിനറിയാം വാനിയുടെ സ്വഭാവം. അവൻ അമേരിക്കയിൽ വന്നത് മുതൽ അവനെ കാണാൻ തുടങ്ങിയതില്ല ഇയാൾ. എന്തൊക്കെ പറഞ്ഞാലും ആനിക്ക് വാനിയെ ഭയങ്കര വിശ്വാസമാണ്. ഒരിക്കലും അവൻ തന്നെ ഉപേക്ഷിച്ച് പോകത്തില്ല. ഇപ്പൊ അവന്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അവൻ ഇവിടെ ഓടിപ്പോയെന്നേ ഉള്ളൂ. അവൻ തനിക്ക് വേണ്ടി തിരിച്ചു വരുമെന്നൊക്കെയാണ് ഇവള് കരുതുന്നത്. അപ്പോഴേക്കും ടോറസ് ഇങ്ങി വീട്ടിലെത്തി. വീട്ടിലെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഡേയ്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചേ? ഹലോ മിസ്റ്റർ, നിങ്ങളാണോ ബോസ്? യുവമാരനെ ചെയ്തൊക്കെ കണ്ടില്ലേ താൻ? ടോറസ് അവളെ മൈൻഡ് ചെയ്യാനേ പോയില്ല. ഗാർണിക്ക് ഇത് എന്തൊക്കെ ഇത്? നിനക്കൊക്കെ അവനെ പിടിച്ചു നിർത്താൻ പോലും പറ്റിയില്ലേ? ആനി പിന്നെയും ഹലോ മിസ്റ്റർ ബോസ്, താൻ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? പുള്ളിയാണെങ്കിൽ മൂടുകൊണ്ട് പോലും ഇവളെ മൈൻഡ് ചെയ്യുന്നില്ല. എന്താണ് സംഭവിച്ചത്? അവൻ എങ്ങോട്ടാണ് പോയിട്ടുള്ളത്? എത്ര വേഗം അവനെ കണ്ടുപിടിക്കണമെന്നൊക്കെ ഗാർണിക്കിനോട് സംസാരിക്കുവാണ്. ഹലോ യുവമാരുടെ ബോസ്, ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഒന്നും മിണ്ടായിരുവണേ. ഇവിടെ തല വരുത്തി വയ്ക്കുമ്പോഴാണ് പിന്നെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഓരോന്ന്. നിന്നെ രണ്ടിനെ ഞാൻ എന്തിനും ഇങ്ങോട്ട് അയച്ചേ? അവനെ ഒന്ന് പിടിച്ചു നിർത്താൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റിയില്ല. വട്ട് ചെറുക്കി ഇത് എങ്ങോട്ടാണോ പോയിരിക്കുന്നത്? അവന്റെ അപ്പനും അമ്മയും വരുന്നതിന് മുമ്പ് അവനെ കണ്ടുപിടിക്കണം. തിരിഞ്ഞ് ഇഗോറിന്റെ അടുത്ത്, നീ എന്തിനാണ് ഇവളെ പിടിച്ച് മടിയിരുത്തിയേക്കുന്നേ? അവളെ വിട്, അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. ഇഗോറും അവളെ വിട്ടു. എന്നിട്ട് അവൾ ചെയ്തത് കാണിച്ചു കൊടുക്കും.
ഗാർണിക്കിന്റെ മൂക്കും ചവിട്ടി പൊളിച്ചു, ഇവന്റെ കഴുത്തും കടിച്ചു പറിച്ചു. ശരി നീ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് ആദ്യം വാനിയെ കണ്ടുപിടിക്കണം. നിന്റെ ഫോണും തരാൻ പറ്റുമോ? അവനെ ഒന്ന് വിളിച്ച് എവിടെയാണെന്ന് തിരക്കാൻ വേണ്ടിയാ. ഇവളും സമ്മതിച്ചു. അവളുടെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് വാനിയെ കോൺടാക്ട് ചെയ്തപ്പോൾ കോള് കണക്ട് ആവുന്നത് വോയിസ് മെയിലേക്കാണ്. അടിപൊളി, നിന്റെ കെട്ടിയവൻ ഏതായാലും കൊള്ളാം, നിന്നെ കൂട്ടാതെ ഓടി പോവുകയും ചെയ്ത് ഇപ്പം നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇത്രയും വേഗം അവനെ കണ്ടുപിടിച്ച് ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിരിക്കണം. അവന്റെ പേരൻസ് ഇവിടെ വരാൻ അധികം സമയമില്ല. ഇത് കേട്ട് ആനിക്ക് അങ്ങ് പൊളിഞ്ഞു. എന്തോന്ന് ഡിവോഴ്സ് ചെയ്യാനോ? അത് നിങ്ങളാണോ തീരുമാനിക്കുന്നതൊക്കെ പറഞ്ഞു ഒരേ ബഹളം. ഗേൾ പറഞ്ഞേക്ക്, നിങ്ങളുടെ ശരിക്കുള്ള കല്യാണമൊന്നുമല്ല, ഇതൊരു ഫേക്ക് മാരേജ് ആണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവന്റെ പേരൻസിന് നിന്നെ എന്തായാലും ഇഷ്ടപ്പെടത്തില്ല. സോ നീ അവനെ ഡിവോഴ്സ് ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങൾ എന്തിന് ഡിവോഴ്സ് ചെയ്യണം? ഞങ്ങൾക്ക് രണ്ടാൾക്ക് പ്രായപൂർത്തിയാണ്, ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നുണ്ട്, മുന്നോട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ഇവൾ എന്തൊക്കെ ഈ വിളിച്ച് പറയുന്നേ? നീ എന്നാണ് അവനെ പരിചയപ്പെട്ടത്? 2 ആഴ്ച മുമ്പോ? ഒരു സ്ട്രിപ്പ് ക്ലബ്ബിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് ഇത്രയും ദിവസത്തെ ബന്ധമല്ലേ നിങ്ങൾ തമ്മിലുള്ളൂ? എനിക്ക് ഇവനെ വർഷങ്ങളായിട്ട് അറിയാം. ഇതുപോലെ ഒരുപാട് ഭ്രാന്ത് അവൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അവൻ ഇതിൽ സീരിയസ് ഒന്നുമല്ല. മിസ്റ്റർ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇവനെ ഇഷ്ടമാണ്. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. നിനക്ക് അവനെ ഇഷ്ടമാണെന്നല്ലേ? അവനെ നിന്നെ ഇഷ്ടമാണെന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ എന്തിന്റെ പേരിൽ അവനെ കല്യാണം കഴിച്ചേ? അവൻ എന്തുകൊണ്ടാ നിന്നെ വിവാഹം ചെയ്തേ? നിനക്ക് അവനെയും നിന്നെയും ഇഷ്ടമല്ല. നിങ്ങളുടെ റീസൺ മറ്റെന്തൊക്കെയോ ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്നാലോചിച്ചാൽ ടോറസ് പറയുന്നത് ശരിയല്ലേ? എങ്ങനെയൊക്കെ ആലോചിച്ചാലും ടോറസ് പറയുന്നത് തന്നെയാണ് ശരി. ഇവരെങ്ങനെയാണ് പരിചയപ്പെട്ടത്? എങ്ങനെയാണ് ഇത്രയും ക്ലോസ് ആയത്? രണ്ടുപേരും വിവാഹം ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കണമായിരുന്നു. ആനിക്ക് പണമാണെങ്കിൽ വാനിക്ക് അമേരിക്കയിൽ തന്നെ നിൽക്കണം. അതിനൊക്കെ വേണ്ടി മാത്രമാണ് ഇരുവരും വിവാഹം ചെയ്തത്. ഇതേ നോക്ക്, നീ ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കി ഈ വീട് ആരുടേതാണ് അറിയോ? ഇത് ഇവാന്റെ വീട് പോലും അല്ല, അവന്റെ അപ്പന്റെ വീടാണ്. അവൻ നിനക്ക് തന്നതും നിനക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതായിട്ടുള്ള പണം മുഴുവൻ അവന്റെ അപ്പന്റെയാണ്. നിങ്ങൾ കിടന്ന ബെഡ്റൂം പോലും അവന്റെ അപ്പന്റെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും നിന്റെതല്ല, നിനക്കൊന്നുമില്ല. സ്ട്രിപ്പ് ക്ലബ്ബിൽ വെച്ച് അവൻ കണ്ടൊരു സ്ട്രിപ്പർ, അത്രേ ഉള്ളൂ നീ. ഇതെല്ലാം കേട്ട് എനിക്കൊന്നും തിരിച്ചു പറയാൻ പറ്റുന്നില്ല. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ലേ? ഇവളെ ഒരുമാതിരി അങ്ങ് അപമാനിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ഇഗോറിനും എന്തോ ഒരുമാതിരി അങ്ങ് ഫീൽ അടിച്ചു. ടോറസ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇവളുടെ മുഖത്ത് നോക്കി അവളെ ഒരുമാതിരി അങ്ങ് അപമാനിക്കുമല്ലേ? പ്രത്യേകിച്ച് ഒന്നും തിരിച്ചു പറയാനില്ല. ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവളെ പോലെ എല്ലാം കേട്ടിരിക്കാനേ അവളെ കൊണ്ട് പറ്റുന്നുള്ളൂ. ഇവനെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം ജയിലിലായിരിക്കും മോളെ. പണക്കാരൻ പയ്യനെ പറ്റിച്ച് പണത്തിന് വേണ്ടി അവനെ വിവാഹം ചെയ്തു. ഈ വീട്ടിൽ അതിക്രമിച്ച് കയറി മോഷണ ശ്രമം എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റം നിന്റെ തലയിലാക്കി തരും. മിനിമം 3 വർഷം നീ അകത്ത് കിടക്കും. പിന്നെ നിന്റെ ഹിസ്റ്ററി ഒന്ന് കഴിഞ്ഞാൽ നിനക്കെതിരെ ഇനിയും പല കേസുകളും കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെതിരെ ഒന്നും നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇതൊന്നും വേണ്ടെന്നാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോണം. വാനിയെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അവൻ എങ്ങോട്ട് പോകാനാണ് സാധ്യത? നിനക്കറിയാവുന്ന എല്ലാ സ്ഥലത്തും ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം. പാവം ആനിയുടെ കണ്ണ് നിറഞ്ഞ്, നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ലാട്ടോ, അവനാണ് എന്നെ പ്രപ്പോസ് ചെയ്തത്. അവൻ എൻ്റെ കയ്യിലിട്ട് നീ റിങ് തന്നെ കണ്ടില്ലേ? അവനെന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേ. ഉടനെ ടോറസ് ഇവളുടെ കയ്യിൽ കിടക്കുന്ന റിങ് ഊരിയെടുക്കാൻ ഇഗോറിനോട് പറഞ്ഞു. ആനി ഇത് കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ടോറസ് ബലം പ്രയോഗിച്ച് അവളുടെ കയ്യിൽ നിന്ന് റിങ് ഊരിയെടുത്തു. ഇങ്ങനെ ആയതോടെ ആനി അങ്ങ് അലറി വിളിക്കാൻ തുടങ്ങി. ഭയങ്കര ഉച്ചത്തിൽ ഇവർ പറയുന്നത് ഒന്നും കേൾക്കാതെ അലറി വിളിക്കുകയാണ്. ഇവൾ അലയ്ക്കാതിരിക്കാൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വഴി. കുറച്ചു നേരങ്ങളൊന്നും മിണ്ടാതിരിക്കട്ടെ. ഒരു സ്കാർഫ് എടുത്ത് അവളുടെ അണ്ണാക്കിൽ ഇങ്ങനെ തീ കയറ്റി വെച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇഗോർ അവളെ ഒരുമാതിരി ഇങ്ങനെ നോക്കുന്നതും അവളുടെ അവസ്ഥയിൽ ഇങ്ങനെ വിഷമിച്ച് കുത്തിയിരിക്കുന്നതും കണ്ടില്ലേ? പുള്ളിക്കാരൻ എന്തുകൊണ്ടോ അവളോടൊരു സഹതാപം തോന്നിപ്പോകുന്നു. നീ പേടിക്കണ്ട കേട്ടോ, എല്ലാം ഓക്കെ ആവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗുണ്ടയാണെങ്കിൽ എന്താ ഇങ്ങനെ പറയാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ. ശേഷം ടോറസ് ആനിയുടെ അടുത്ത് വന്ന്, ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലോ, ഇനി ബഹളം വെക്കല്ലേ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാൻ പോകുന്നില്ല. ഡിവോഴ്സ് ചെയ്തേ പറ്റുള്ളൂ. വാനിക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവൻ നിന്നെ വിവാഹം ചെയ്തത്. സോ ഡിവോഴ്സ് ആകുമ്പോൾ നിനക്ക് $10,000 തന്നേക്കാം. അതും വാങ്ങി നീ നിന്റെ വഴിക്ക് പോകണം. ഓക്കെ അല്ലേ? ഞാൻ ഈ സ്കാർഫ് മാറ്റാൻ പോവാ. കിടന്ന് അലക്കരുത്, അലച്ചാൽ പിന്നെയും അണ്ണാക്കി തിരികെ കയറ്റി വെക്കും. ആനിയും ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട്, എനിക്ക് ഇവാനോടൊന്ന് സംസാരിക്കണം, ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ച് ഒരുമിച്ച് തീരുമാനം എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അതായത് ഇവാൻ നോ പറയുവാണെങ്കിൽ ഇവൾ ഡിവോഴ്സ് ചെയ്തേക്കാവുന്നു. ആനിക്ക് അവനെ പൂർണ്ണ വിശ്വാസമാണ്. അവൻ ഒരിക്കലും നോ പറയില്ല. ഇവർ മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കുമെന്നൊക്കെയാണ് ഇവൾ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടുന്ന് ഓടി പോകുന്നതിന് മുമ്പ് വരെയുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, ഇവളെ ചതിക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഏതായാലും ഇവാൻ തന്നെ ഉപേക്ഷിച്ച് പോകില്ലെന്ന് ഇവൾ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ അനോറയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവരോടൊപ്പം ഇവാനെ തിരക്കി ചെല്ലാണ്. ഇവളുടെ ശരിക്കുള്ള പേര് അനോറ എന്നാണെങ്കിലും അവളെ ഷോർട്ടാക്കി അനിയെന്ന് വിളിച്ചാൽ മതി, അതാണ് പുള്ളിക്കാർക്ക് ഇഷ്ടമെന്ന് ഇവിടെ വെച്ച് പ്രത്യേകം ഇവരോട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് എക്സ്ട്രാ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അകത്ത് കുറേ കശപിശ നടന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ പൊട്ടി ഒരു വരവായി കിടക്കുവാണല്ലോ. ഇക്കാര്യങ്ങളൊന്നും പുറത്തൊരാൾ അറിയരുത്, അതിനുവേണ്ടി പൈസ കൊടുത്തങ്ങ് ഒതുക്കി. അങ്ങനെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഇഗോർ നേരത്തെ ഇവളെ ഇങ്ങനെ പിടിച്ചു വെച്ചതിനൊക്കെ ഇവളോട് സോറി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആനി, ഇവൻ എന്നോട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഇവൻ്റെ സംസാരം ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അത് സ്വാഭാവികമാണ്, അവളെ ഒന്ന് അനങ്ങാൻ പോലും വിടാതെ അങ്ങനെ പിടിച്ചു വെച്ചതല്ലേ. അവൾ ഇങ്ങനെ പ്രതികരിച്ചു പോകുന്നതിൽ തെറ്റ് പറയാനില്ല. എന്നാലും മറ്റവൻ സോറി പറയാനുള്ള മനസ്സ് കാണിച്ചു. ഗുണ്ടയുടെ സ്വഭാവമുള്ള ടോറസ് പള്ളിയിലച്ഛനും സമാധാനപ്രിയനായിട്ടുള്ള ഇഗോർ ഗുണ്ടയും വാനിയെ തിരക്കി ഇവർ ആദ്യം ബില്ലിയുടെ കടയിലേക്കാണ് ചെല്ലുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കാർ അവിടെ നിർത്തിയിട്ട് ഇവർ കുറച്ച് ദൂരം നടന്നു പോകേണ്ടി വരുന്നുണ്ട്. കടയിലെത്തി വാനിയെ പറ്റി തിരക്കിയപ്പോൾ വാനി അങ്ങോട്ട് ചെന്നിട്ടേ ഇല്ല. ശരി, അങ്ങനെയെങ്കിൽ ഇവരുടെ ഫോണിൽ നിന്ന് അവനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ വാനിയുടെ സുഹൃത്തുക്കളെ എന്താ സംഭവം എന്നൊക്കെ വ്യക്തമായി പറയാതെ ഫോൺ ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. ടോറസും ഗാർണിക്കും മാറി പറഞ്ഞെങ്കിലും ആ പിള്ളേരെ അതൊന്നും കേൾക്കാതെ അവരിങ്ങനെ തർക്കിച്ചു
തർക്കിച്ചുകൊണ്ടേയിരുന്നു. ഒരു പോയിന്റിൽ വാനിയുടെ സുഹൃത്ത് ടോം ബേസ്ബോൾ ബാറ്റൊക്കെ എടുത്ത് ഇവർക്ക് നേരെ ചാടുന്നുണ്ട്. ഈഗോർ ആ ബാറ്റിംഗ് പിടിച്ചു വാങ്ങി. ടോറസ് അവനോട് കട തല്ലിപ്പൊളിച്ചേക്കാൻ പറഞ്ഞു. കണ്ടില്ലേ, ഈ പിള്ളേരുടെ ഡയലോഗടി കാരണം പാവം ബില്ലിയുടെ കട തല്ലി തകർത്തുമാര്. ഇതും കൂടെ കണ്ട് പേടിച്ചിട്ട് ഇവർ വാനിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ അവൻ കോൾ എടുക്കുന്നില്ല, വോയിസ് മെയിലേക്കാണ് കണക്ട് ആവുന്നത്. തുടർന്ന് ഇവർ വാനിയെ തിരക്കി വാനിയുടെ മറ്റൊരു സുഹൃത്തിന്റെ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ എത്തി വാനിയെ പറ്റി തിരക്കിയപ്പോൾ അവരും വാനിയെ കണ്ടിട്ടില്ല, അങ്ങോട്ടൊന്നും ചെന്നിട്ടില്ലെന്നാണ് പറയുന്നത്. വാനിയുടെ ഫോട്ടോ ഒക്കെ പലർക്കും കാണിച്ചു കൊടുത്ത് ഇവൻ ഇങ്ങോട്ട് വന്നായിരുന്നോ കണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നെങ്കിലും യാതൊരു ഇൻഫോർമേഷനും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ വാനി പോയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് പബ്ബുകളിലൊക്കെ ഒന്ന് പോയി തപ്പണം. സമയം ഏതാണ്ട് രാത്രി ആയിട്ടുണ്ടേ, പിന്നെ നല്ല തണുപ്പുമാണ്. ആനിക്ക് ഒരുമാതിരി തണുത്ത് കുറച്ചിട്ട് പുള്ളിക്കാരി ഇങ്ങനെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് വരുമ്പോൾ നമ്മുടെ ഈഗോർ അവൻ്റെ ഉണ്ടായിരുന്ന സ്കാർഫ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. നേരത്തെ വീട്ടിൽ വെച്ച് ഇവളുടെ വായിൽ തിരികെ കയറ്റിയ സ്കാർഫില്ലേ, അത് തന്നെ. ഈ സ്കാർഫ് പിന്നെ കണ്ടപ്പോൾ ഇവൾ ഈഗോറിനോട് ഒന്ന് കലിപ്പിക്കുന്നുണ്ടെങ്കിലും പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി അത് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്. നാലാളും തിരികെ അവർ ഇങ്ങോട്ട് വന്ന വാഹനം നിർത്തിയിട്ട് ചെന്നപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ആയി കിടന്നിടത്ത് നോ പാർക്കിങ്ങിൽ അങ്ങനെ വണ്ടി ഇട്ടിട്ട് പോയതുകൊണ്ട് അവർ വണ്ടി പിടിച്ചുകൊണ്ട് പോവാണ്. ടോറസ് ഓടിച്ചെന്ന് അവിടെ ഡ്രൈവറോട് തർക്കിക്കുന്നുണ്ട്, അയാൾക്ക് പൈസ കൊടുത്ത് ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പുള്ളി ഒന്നിനും സമ്മതിച്ചില്ല. ഒന്നും വർക്കൗട്ട് ആവാതെ വന്നപ്പോൾ ടോറസ് ഇവന്റെ കാറിൽ കയറി കാർ മാക്സിമം റേസ് ചെയ്ത് അവിടെ നിന്ന് ഊരിയെടുത്തു. കാണിച്ചത് നിയമവിരുദ്ധമായ പരിപാടിയാണ്, വലിയ ഫൈൻ കിട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഹൂ കേഴ്സ്, ഇയാൾക്ക് ആവശ്യത്തിന് പണമുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് ഫസ്റ്റ് പ്രയോറിറ്റി വാനിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് മാത്രമേ പുള്ളി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. വീണ്ടും കുറേ ദൂരം മുന്നോട്ട് പോയി വാന്യ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നവനെ അന്വേഷിക്കുന്നു. എങ്ങും അവനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു പോയിന്റിൽ ഗാർണിക്ക് കാറിലിരുന്ന് ഛർദ്ദിക്കുന്ന പോലുണ്ട്. മൊത്തം വൃത്തികേടാക്കിന്നേ. ഇനി എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇവന്റെ മൂക്ക് പോയി. ടോറസിന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വന്നു. കൂടാതെ ഈ പാതിരാത്രി തണുപ്പത്ത് ഒരു ചെറുക്കനെ അന്വേഷിച്ചിങ്ങനെ പോവാ. ആ ഛർദ്ദിലൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞെങ്കിലും അതിന്റെ സ്മെല്ലും സഹിച്ച് വേണം ഇനി അവർ മുന്നോട്ട് പോകാൻ. ഏതായാലും അന്വേഷണം തുടർന്നു. വാന്യ അന്വേഷിച്ച് ഒരു പബ്ബിൽ ചെന്നപ്പോൾ ഒരു 20 മിനിറ്റ് മുമ്പ് വാന്യ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. സോ അവൻ ഈ സിറ്റിയിലുള്ള ഓരോ പബ്ബിൽ നിന്നും അടുത്ത പബ്ബിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എവിടെയോ ഉണ്ടവൻ. കട്ട് ചെയ്താൽ ദേ നമ്മുടെ വാനി ഇവിടെയുണ്ട്. ആനി വർക്ക് ചെയ്തിരുന്ന അതേ സ്ട്രിപ്പ് ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട് ഇവൻ. അവിടെ വർക്ക് ചെയ്യുന്ന ആനിയോട് കുറച്ച് ശത്രുതയുള്ളൊരു പെണ്ണിത് കണ്ടിട്ട് ഈ അവസരം യൂസ് ചെയ്യാൻ അവൾ അങ്ങ് തീരുമാനിച്ചു. ആനി ഇവിടുന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയതാണേ. അവളുടെ കല്യാണമായി, അവൾ ഇനി പണി ചെയ്യത്തില്ല, അത് ഇതെന്നൊക്കെ. എന്നിട്ട് ഇപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഇതാ വീണ്ടും ഇവിടെ വന്നേക്കുന്നു. അവളുടെ കല്യാണം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കി ഈ അവസരം യൂസ് ചെയ്യാൻ ഇവളും തീരുമാനിച്ചു. ഇതേ സ്ട്രിപ്പ് ക്ലബ്ബിലുള്ള ആനിയുടെ സുഹൃത്ത് ഇക്കാര്യം അവളെ അറിയിക്കുന്നുണ്ട്. തുടർന്ന് ഒട്ടും സമയം കളാതെ ആനിയും ടോറസും ഒക്കെ സ്ട്രിപ്പ് ക്ലബ്ബിലെത്തി. ഇവളുടെ കെട്ടിയവൻ വാന്യതയെ അവിടെ ഇവളുടെ ശത്രുവിന്റെ കൂടെ ഇങ്ങനെയൊക്കെ. ആനിക്ക് ദേഷ്യം വരാതിയോ. ആനിയും അവളുടെ ശത്രുവും തമ്മിൽ അടിയായി. രണ്ടുപേരും വാശി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി. ആനിയുടെ മോന്തൊക്കെ ടപ്പണ്ടൊരു മാന്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു വിധത്തിൽ ഇവറ്റോളെ രണ്ടുപേരും പിടിച്ചു മാറ്റി നമ്മുടെ ആനിയെയും വാനിയെയും ഒക്കെ കൊണ്ട് ടോറസ് ഒക്കെ ഇവിടുന്ന് തിരികെ പോകുന്നു. അങ്ങനെ പോണ പോക്കിൽ തന്നെ ആനി നമ്മൾ ഡിവോഴ്സ് ചെയ്യാനൊന്നും പോകുന്നില്ല, നമ്മൾ ഒന്നിച്ച് ജീവിക്കും, അങ്ങനല്ലേ നിന്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടെങ്കിലും വെള്ളം അടിച്ച് കിറങ്ങിയിരിക്കുകയായിരുന്നു അവന് ഇവള് പറയുന്നത് മര്യാദയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ടോറസ് ഒക്കെ ഇവരെയും കൊണ്ട് നേരെ കോർട്ടിലേക്കാണ് ചെല്ലുന്നത്. തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഡിവോഴ്സ് വാങ്ങിക്കാമെന്നാണ് അവരുടെയൊക്കെ പ്ലാൻ. ഓൾറെഡി ഇവരുടെ ആളുകൾ കോർട്ടിലുണ്ടായിരുന്നു. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിരുന്നു. ആദ്യം തന്നെ ഇവരുടെ കേസാണ് വിളിക്കുന്നത്. കോടതിയിലെത്തിയെങ്കിലും വാനി ഇപ്പോഴും സ്വഭാവത്തിലല്ല. അവനിങ്ങനെ ആടി നിൽക്കുകയാണ്. ആനിക്കാണെങ്കിൽ ഡിവോഴ്സ് വേണ്ട. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇപ്പം ഞങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇഷ്ടത്തിലാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ആൻഡ് അവളുടെ ഹസ്ബൻഡ് ഇപ്പോൾ അത്ര നല്ല ബോധത്തിലല്ല നിൽക്കുന്നത്, ഈ സമയത്ത് ഡിവോഴ്സ് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. കോർട്ട് റൂമിനുള്ളിൽ വെച്ച് തന്നെ ടോറസും ആനിയും തമ്മിൽ തർക്കത്തിലായി. ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത് കൊണ്ട് ടോറസിനെ പിടിച്ചു മാറ്റി. ഇതെല്ലാം കണ്ട് ജഡ്ജി കേസ് ഡീറ്റെയിൽസ് നോക്കി വന്നപ്പോൾ ഇവരിരുവരും വിവാഹം ചെയ്തിരിക്കുന്നത് ലാസ് വേഗാസിൽ വെച്ചിട്ടാണ്. സോ ഇവിടെ വെച്ച് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. ഡിവോഴ്സ് ചെയ്യണമെങ്കിലും വേഗാസിൽ പോയേ പറ്റൂ. അങ്ങനെ കോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ചെന്ന് കാറിൽ കയറുമ്പോൾ നമ്മുടെ ആനി കാര്യമായിട്ട് വാനിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാന്യ ഇവർ നിന്നെ നിർബന്ധിക്കും, പക്ഷെ സമ്മതിക്കരുത്, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം കേട്ടോ. അവൻ ഇപ്പോഴും സ്വഭാവത്തിലൊന്നുമല്ല നീ. അവൻ പറയുന്നത് അവൻ്റെ അച്ഛനെയും അമ്മയും കാണണമെന്ന്. ഓക്കെ, നമുക്ക് നിന്റെ അച്ഛനെയും അമ്മയും കാണാം, പക്ഷെ എന്നെ ഡിവോഴ്സ് ചെയ്ത് കളയല്ലേടാ. ദെൻ വാനിയുടെ പേരൻസ് വരാനായിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോഴും വാനി പൂർണ്ണമായും സ്വഭാവത്തിലെത്തിയിട്ടില്ല. ആനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വാനിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ അവസ്ഥ ഇതായതുകൊണ്ട് ഇപ്പോൾ അവനോട് എന്ത് പറഞ്ഞാലും അവനത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അവൾക്ക് ഭയങ്കര പേടിയുണ്ട്. വാനിയുടെ തീരുമാനം മാറുമോ, അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നു. അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇവൻ്റെ കൂടെ ജീവിക്കണമെന്ന്. അത് ഇവനോടുള്ള ഇഷ്ടം കാരണമാണോ, ഇവൻ്റെ കുടുംബത്തോട് ആ പണത്തോടുള്ള ഇഷ്ടം കാരണമാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഏതായാലും അവളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവൾ ഈ ഒരു റിലേഷൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞതും വാനിയുടെ പേരൻസ് അവരുടെ സ്വന്തം ഫ്ലൈറ്റിൽ US-ലെത്തി. ഇതാണ് വാനിയുടെ അമ്മ. പുള്ളിക്കാരി അവൻ്റെ ഈ കോലംകെട്ട അവസ്ഥ കണ്ടിട്ട് അവനെ ഓരോന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആനി ഇടയ്ക്ക് കയറി, ഹലോ മാം, എൻ്റെ പേര് അനോറ, ഞാൻ വാനിയുടെ വൈഫാണ്. നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓ, നീ എൻ്റെ വൈഫാണെന്നോ? സീ ഗേൾ, എൻ്റെ മകന് നിന്നെ ഇഷ്ടമല്ല. നിന്നെ പോലൊരുത്തി ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗമാകുകയില്ല. മനസ്സിലായോ നിനക്ക്? ഒരൊറ്റ നിമിഷം കൊണ്ട് ആനി അങ്ങ് ഇല്ലാണ്ടായി പോയെന്നേ. ഇനിയിപ്പോൾ എല്ലാം വാനിയുടെ തീരുമാനം പോലിരിക്കും. അവൻ്റെ പേരൻസിനെ എതിർത്ത് ഇവളോടൊപ്പം നിന്നാൽ ഇവർ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിരിക്കും. ബട്ട് അതിനൊരു ചാൻസ് ഉണ്ടോ? ആനി അവനോട് പിന്നെയും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ പേരൻസ് എതിർത്തതോടെ അവൻ്റെ തീരുമാനം പറഞ്ഞു. ഇവളുടെ കൂടെ ജീവിക്കാൻ അവന് സമ്മതമല്ല. ലാസ് വേഗാസിൽ പോയി ഡിവോഴ്സ് ചെയ്തേക്കാമെന്ന്. ഇതിലും ഭേദം ഇവളെ അങ്ങ് ഒറ്റയടിക്ക് എന്തൊരവസ്ഥയാണെന്ന് നോക്കിക്കോണേ. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഇഗോറിന് ആനിയോട് സഹതാപം തോന്നി പോകുന്നു. ഇക്കൂട്ടത്തിൽ ആനിയെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇഗോർ മാത്രമാണ്. വാനി ഇവളെ ചതിച്ചതോടെ ഇവൾക്ക് വാശിയായി. ഇവരൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഡിവോഴ്സ് കൊടുക്കാൻ ഇവൾക്ക് സമ്മതമല്ല. ഇവൾ ആദ്യം ഒരു വക്കീലിനെ കണ്ടുപിടിച്ച് കേസ് ഫയൽ ചെയ്ത് ഇവാനെ കുറച്ച് തീറ്റിച്ച് ഇവൾക്ക് അവകാശപ്പെട്ടതൊക്കെ നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഡിവോഴ്സ് കൊടുക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ ഇവാന്റെ അമ്മ ആനിയുടെ അടുത്ത് വന്ന്, ഓ, നീ അങ്ങനെയൊക്കെ ചെയ്യാൻ പോവാ? അല്ല, ഞങ്ങളോട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് കാശ് വേണമല്ലോ. നിന്റെ അടുത്ത് എത്ര കാശ് കാണും? നിനക്ക് സ്വന്തമായി വീടുണ്ടോ, കാറുണ്ടോ? ഞങ്ങളോട് ഫൈറ്റ് ചെയ്താൽ അതെല്ലാം നിനക്ക് നഷ്ടപ്പെടും. നിന്റെ ഫാമിലി
ഫാമിലി, ഫ്രണ്ട്സ്, നിന്റെ ജീവിതം തന്നെ ഞങ്ങൾ താറുമാറാക്കൂടി. ഭീഷണി എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ആനിക്ക് എന്തായാലും ഇവർക്കെതിരെ ജയിക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി. വേറെ ഒരു വഴിയില്ല. ഇവർ പറയുന്ന പോലെ ഡിവോഴ്സ് ചെയ്യാൻ ഇവരോടൊപ്പം ലാസ് വേഗാസിലേക്ക് അവരുടെ ഫ്ലൈറ്റിൽ പോകേണ്ടി വരുന്നു. വാനിയുടെ അച്ഛനും അമ്മയും അവനോട് നല്ല കലിപ്പിലാണ്. ഇവൻ ഇങ്ങനെയൊക്കെ കാണിച്ചതുകൊണ്ട് അവനെ ശകാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗാർണിക്ക്, ഹലോ സാർ, മേ ബി ഇതൊരു നല്ല സമയം ആയിരിക്കത്തില്ല, എന്നാലും ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ വ്യക്തിപരമായ പേരിലും ടോറസിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ട്. ടോറസ് അവനെ പിടിച്ചു മാറ്റി. ഇതിനിടയ്ക്കാണ് അവൻ്റെ നന്ദി പ്രകടനം. ഒരു രാത്രി മുഴുവൻ ഈ ചെക്കനെ അന്വേഷിച്ച് ഓടിയതല്ലേ, അതിനിടെ ഛർദ്ദിച്ചൊരു പരുവാവുകയും ചെയ്തു. പുള്ളിക്ക് നേരമണ്ണം ബോധമൊന്നുമില്ലെന്നേ. വാനിയുടെ പേരൻസ് തുടർച്ചയായിട്ട് ഓരോന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ, ഓ പിന്നെ ഒരാഴ്ച ഇവളെ പോലെ ഒരുത്തിലൂടെ നടന്നതല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഇതിനൊക്കെ ഞാൻ ഇത്ര ഇമ്പോർട്ടൻസേ കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി മറ്റേടത്തെ വർത്താനം. അത് കേൾക്കുന്ന ആനിയും ചാടി എണീറ്റ് അവിടെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു. ഇങ്ങനൊരു ചതിയനെയാണല്ലോ താൻ ഇത്ര വിശ്വസിച്ചതെന്നായി പോയി അവൾ. അങ്ങനെ ലാസ് വേഗാസിലെത്തി ആനിയും വാനിയും ഡിവോഴ്സ്ഡായി. ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് അടുത്ത് കണ്ട് മനസ്സിലാക്കി ഇഗോർ നമ്മുടെ ആനിയോട് സോറി പറയണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അവന്റെ മിസ്റ്റേക്ക് കാരണമാണല്ലോ ഇത്രയൊക്കെ സംഭവിച്ചത്. ഇവൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വെച്ച് അവൻ്റെ കൂടെ ജീവിക്കാൻ വന്നതാണ്. എന്നാൽ അവൻ സോറി പറയാനോ, ഈവൻ ഇഫ് അവൻ സോറി പറയാൻ തയ്യാറാണെങ്കിലും അവന്റെ പേരൻസ് സമ്മതിക്കത്തില്ല. എസ്പെഷ്യലി അവന്റെ അമ്മ, പുള്ളിക്കാരി ഒരേ കലിപ്പിലാണ്. ഡിവോഴ്സ് ആയിട്ടും ആനിയെ പറ്റി ഇത്തിരി മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ആനിയും അവളുടെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് വാനിയുടെ അച്ഛൻ ഒരേ ചിരി. ഇത്രയും നാൾ ഈ പുള്ളിക്കാരിയെ സഹിച്ച് ജീവിക്കുമായിരുന്നിരിക്കും. ഒരാൾ ഇവർക്കെതിരെ പറയാൻ വന്നപ്പോൾ അങ്ങനെ ചിരി അടക്കാൻ പറ്റുന്നില്ല. ഇവനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരുന്നു. അവൾ യൂസ് ചെയ്ത ആ സ്കാർഫ്, അവളുടെ കോട്ട് തുടങ്ങി വാനിയുടേതായിട്ടുള്ള അവൾ യൂസ് ചെയ്ത സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുത്തിട്ടാണ് അവൾ പോകുന്നത്. ഇനിയിപ്പോൾ നേരത്തെ ടോറസ് ഇവളോട് പറഞ്ഞ പോലെ ഇവൾക്ക് $10,000 കൊടുക്കണം. പണം എടുത്തു കൊടുക്കാൻ അദ്ദേഹം ഇഗോറിനെയാണ് ഏൽപ്പിക്കുന്നത്. ഇന്നത്തെ ദിവസം ബാങ്കില്ല, അടുത്ത ദിവസം മാത്രമേ പണം കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഒരു ദിവസം കൂടെ ഇവിടെയുള്ള നമ്മുടെ വാനിയുടെ വീട്ടിൽ താമസിക്കാൻ അവൾക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇഗോർ വാനിയും വാനിയുടെ വീട്ടിലേക്ക് പോയി. കഴിഞ്ഞ 2 ആഴ്ചകൾ കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇനി മുന്നോട്ട് ജീവിതം നന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ചപ്പോൾ 2 ദിവസം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. നാളെ തന്നെ ഇവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസയൊക്കെ എടുത്തു കൊടുത്ത് എല്ലാം സെറ്റിൽ ചെയ്യണം. രാത്രി വാനിയുടെ ഇവിടുത്തെ വീട്ടിൽ ഇരുവരിങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ ഇഗോർ, എനിക്ക് അനോറയാണ് ഇഷ്ടം, ആനി എന്നുള്ള പേരിനേക്കാളും നിനക്ക് ചേരുന്നത് അനോറയാണ്. ഓഹോ, എന്നാൽ തൻ്റെ ഒരു സ്റ്റുപ്പിഡ് നെയിം ആട്ടോ ഇഗോർ, എന്തോ പേരാ ഇത്. അവൻ്റെ പേരിൻ്റെ അർത്ഥം, ഇഗോർ എന്ന പേരിൻ്റെ അർത്ഥം വാരിയർ എന്നാണെന്ന് പറയും. ആനിക്ക് ഇതൊന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നിനക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്നിട്ടും ഇഗോർ പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞ് നീ ഇവരുടെ കുടുംബത്തിന്റെ ഭാഗമാകാൻ എന്തുകൊണ്ട് നന്നായി കേട്ടോ. ആനിക്കാണെങ്കിൽ ഇവൻ്റെ ഇമ്മാതിരി ഡയലോഗ് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നിനക്കൊന്ന് ചുമ്മാതിരിക്കാൻ പറ്റുമോ? എന്നെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ട് പിന്നെ ഡയലോഗ് അടിക്കാൻ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ എന്തോ ഭാഗ്യത്തിനാണ് നിന്റെ കൂടെ ഗാർണിക്കും കൂടെ വന്നത്. നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നീ എന്നെ റേപ്പ് ചെയ്യാൻ പോലും മടിക്കില്ലായിരുന്നു. വാട്ട്, നീ എന്താ പറഞ്ഞേ? ഞാനെന്തിനാ നിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അത് നിന്നെ കണ്ടാൽ തന്നെ അറിയില്ലേ, നിനക്ക് കറക്റ്റ് അങ്ങനെ ഒരു മോന്തയാണുള്ളത്. നിന്റെ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം നീ അങ്ങനെ ഒരുത്തനാണെന്ന്. സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് നിന്നോട് അങ്ങനെയൊന്നും ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ നിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതിനാനി, കാരണം നീ അങ്ങനെ ഒരുത്തനാടാ എന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ റൂമിൽ പോയി കിടന്നുറങ്ങുന്നു. ഒരാളെ കാണുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ വിലയിരുത്താനുള്ള ആനിയുടെ അസാധ്യമായ കഴിവ് കാരണമാണ് വാനിയുടെ മുന്നിൽ ചെന്ന് അവൾ പെട്ടുപോയത്. അവനെ വിശ്വസിച്ച് അവൻ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവുമെന്നൊക്കെ കരുതിയത് ഇതുകൊണ്ടാണ്. ഇങ്ങനെ ഒന്നും ആരെയും ജഡ്ജ് ചെയ്യരുത്. കാഴ്ചയിൽ അങ്ങനെയൊക്കെ തോന്നിയിരിക്കും, അങ്ങനെയൊന്നും ആയിരിക്കില്ല ശരിക്കും അവരുടെ സ്വഭാവം. ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഇവളെയും കൂട്ടി ബാങ്കിൽ ചെന്ന് അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണമൊക്കെ എടുത്തു കൊടുത്തു. ദെൻ ആനി അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഇവിടെ വെച്ച് ഇഗോർ അവൾക്ക് ഇവളുടെ വെഡിങ് റിംഗ് തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ടോറസ് ദൂരി വാങ്ങിയിരുന്നല്ലോ. ഇടയ്ക്ക് എപ്പോഴോ ഇഗോർ അത് കൈക്കലാക്കിയിരുന്നു. ഇപ്പോൾ ഇവൾക്ക് തന്നെ ഇത് തിരിച്ചു കൊടുത്തിട്ട് ടോറസിനോട് പറയരുതെന്ന് പറഞ്ഞു. കൂടാതെ ആനിയുടെ പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് അവളുടെ വീടിൻ്റെ അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഗോറിൽ നിന്ന് ഒരിക്കലും ആനി ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അവൻ ഇത്രയൊക്കെ സഹായം ചെയ്ത് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഇവൻ ശരിക്കും ഒരു നല്ല മനസ്സിനുടമയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു പോയിന്റ് മുതൽ ഇവൻ മാത്രമേ ഇവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എല്ലാം ഒന്ന് ചിന്തിച്ചു കൂട്ടി ഇവൻ നല്ല ഒരാളെന്ന് മനസ്സിലാക്കി അവൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അവൻ്റെ കൂടെ ആ കാറിൽ വെച്ച് തന്നെ ഇവൾ ഇന്റർക്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നാലോചിച്ചാൽ മറ്റെന്താണ് അവൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്? ഇത്രയും നാളും അവൾ അവളുടെ ശരീരം ആയുധമാക്കി തന്നെയാണ് ജീവിച്ചത്. ഇനിയിപ്പോൾ മുന്നോട്ടും അങ്ങനെയൊക്കെ തന്നെ വേണ്ടി വന്നേക്കും. സോ ഇവൾക്ക് അവൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഇവളുടെ ശരീരം തന്നെയാണ്. ഇഗോറും ഇത് മനസ്സിലാക്കി പതിയെ അവളെ ഇങ്ങനെ പിടിച്ച് അവളെ കിസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവൾക്ക് മനം മാറിയിട്ട് അവൾ ഇവനെ തല്ലുന്നുണ്ട്. ഒരു നിമിഷം മറ്റെന്തൊക്കെയോ ചിന്തകൾ മനസ്സിൽ കയറുമെന്ന് പുള്ളിക്കാരി ആകെ അങ്ങ് പേടിച്ചു. എന്നാലും ഇഗോർ പുള്ളിക്കാരി ആശ്വസിപ്പിച്ച് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കിടത്തും. ഒരുപാടധികം വിഷമത്തിൽ ഇതുവരെ തൻ്റെ ലൈഫിൽ സംഭവിച്ച, ഇതുവരെ താനെടുത്ത ഡിസിഷൻസ് ഒക്കെ കാരണം സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഇവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന നമ്മുടെ അനോറയെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഇന്നത്തെ ജനറേഷൻ ഒരുപാട് ആലോചിക്കാനുള്ള ഒത്തിരി പോയിന്റ്സ് സിനിമ ഇട്ട് തരുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ്? ഗോൾഡ് ഡിഗറാണോ? പണമുള്ളവരെ മാത്രം നോക്കി പോയി പണി മേടിക്കാൻ പോകുന്നവരാണോ? ഒരുപാട് പണമുള്ളവർ പണമില്ലാത്തവരെ ഒരു ടോയ്സ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അവർ സാധാരണക്കാരെ പറ്റി ചിന്തിക്കുന്നില്ല, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലുമില്ല. വാനിയുടെ കുടുംബത്തെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയും വ്യക്തമായ ധാരണയുള്ള ഇഗോറിന് ആനിയോട് സഹതാപം തോന്നുന്നതും അവൾക്ക് എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ അവൻ മനസ്സിലാക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇനിയൊരു ചോദ്യം, അനോറ എന്തുകൊണ്ട് ആനി എന്ന പേര് സ്വീകരിച്ചു? എന്തുകൊണ്ട് അനോറ എന്ന അവളുടെ റിയൽ നെയിമിൽ അറിയപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല? കാരണം അവൾക്കൊരു അമേരിക്കനായി അറിയപ്പെടാനാണ് ആഗ്രഹം. അനോറ
എന്നത് തന്റെ റഷ്യൻ നെയിമിൽ അറിയപ്പെടാനോ റഷ്യൻ ലാംഗ്വേജ് സംസാരിക്കാനോ പോലും അവൾക്ക് ഇഷ്ടമല്ല. സമ്പത്തിനോട് പണത്തിനോടുള്ള അവളുടെ ആഗ്രഹം അവിടെ തന്നെ വ്യക്തമാണ്. സിനിമ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റിലേഷൻഷിപ്സ്, അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാലോചിച്ചാൽ ഇവിടെ കാണിച്ച പോലെ ഇത് വെറും ഒരു ഇടപാട് മാത്രമല്ലേ, ഒരു ബാഹ്യമായുള്ള ഇടപാട്. വാനിക്ക് ആവശ്യം അവനെ സുഖിപ്പിക്കുന്ന ഒരാളാണ്. അനോറയാണെങ്കിലോ അവന് വേണ്ടത് കൊടുത്ത് അവൾക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നു. എല്ലാവരെയും പോലെയും തങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഫാന്റസി ലോകത്ത് ജീവിക്കാനാണ് ഇരുവരും ഇഷ്ടപ്പെടുന്നത്. അനോറ സ്വപ്നം കണ്ട ജീവിതം അവളുടെ മുന്നിൽ വാന്യ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മദ്യവും മയക്കുമരുന്നും ഒരുപാട് പണവും ഒക്കെ ആയിട്ട് അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന, അവൾ സ്വപ്നം കണ്ടിരുന്ന അവളുടെ ജീവിതം അത് അവൾക്ക് വാന്യയിലൂടെ അനുഭവിക്കാൻ സാധിച്ചപ്പോൾ അവൾക്ക് സ്വാഭാവികമായിട്ടും വാന്യയോട് താല്പര്യം തോന്നി. എന്നാൽ ആ ഫാന്റസിയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ അധികം സമയമെടുത്തില്ല. വെറും 2 ദിവസം കൊണ്ട് തന്നെ ജീവിതത്തിന്റെ റിയാലിറ്റി ഇടിച്ചിറങ്ങി വന്നു. അനോറ സ്ട്രിപ്പറായി ജോലി ചെയ്യുന്നത് അവൾ സ്വയം ഒരു കളിപ്പാവയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പണക്കാരന് യൂസ് ചെയ്യാനുള്ള ഒരു കളിപ്പാവയാണെന്ന് അറിഞ്ഞിട്ടും അവൾ എല്ലാത്തിനും നിന്നു കൊടുത്തു. എന്ത് വില കൊടുത്തും താൻ ആഗ്രഹിക്കുന്ന തന്റെ ഫാന്റസി ലോകത്തെത്തുക, അല്ലെങ്കിൽ ആ ജീവിതം ജീവിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. വാന്യയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവന്റെ അച്ഛൻ ഒരുപാട് പണമുണ്ട്. റഷ്യയിലെ അതിസമ്പന്നനായ ഒരു വ്യക്തിയായി മാറാൻ പുള്ളിക്കാരന് സാധിച്ചു. അദ്ദേഹത്തിന്റെ മകൻ വാനിയോ ഒരു തലതെറിച്ചവനായി. US തന്നെ ജീവിതം മുഴുവൻ അടിച്ചു പൊളിച്ച് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാനാണ് അവന്റെ ആഗ്രഹം. പഠനശേഷം തിരികെ റഷ്യയിലേക്ക് പോകാനോ അവന്റെ അച്ഛന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാനോ ഒന്നും തന്നെ അവൻ ആഗ്രഹിക്കുന്നില്ല. യാതൊന്നിനോടും ആരോടും ആത്മാർത്ഥതയില്ലാത്തൊരു ക്യാരക്ടറാണ് വാന്യ. ഇങ്ങനെയൊക്കെ ഒത്തിരിയധികം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന, നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇട്ട് വരുന്ന സെവറൽ ലേയേഴ്സ് ഉള്ളൊരു പടമാണിത്. ബെസ്റ്റ് പിക്ചർ അടക്കം 5 ഓസ്കാർ അവാർഡുകൾ കിട്ടിയപ്പോൾ പലർക്കും ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ശരിക്കും ഈ സിനിമ ഭയങ്കര റിയൽ ആണെന്നേ. റിയലി സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് ആരൊക്കെയോ ഷൂട്ട് ചെയ്ത് സിനിമയാക്കിയിരിക്കുന്നു എന്ന പോലെയുണ്ട്. സീൻ ബൈ സീൻ ആ ടെൻഷൻ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നോർമലി ഒരു തർക്കം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ കിടന്ന് തർക്കിക്കുമല്ലേ. ഒരാൾ സംസാരിക്കുന്നതിനിടയ്ക്ക് മറ്റൊരാൾ കയറി സംസാരിക്കും. ഇരുപക്ഷത്ത് നിൽക്കുന്നവർ അവരവരുടെ വാദങ്ങൾ ഉറക്കെ വിളിച്ച് പറഞ്ഞ് ജയിക്കാൻ നോക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുക. ഇത് ഇതുപോലെ തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ഓടുമ്പോൾ ക്യാമറ എടുത്തുകൊണ്ട് പുറകെ ഓടണമെന്ന് പറഞ്ഞ പോലെയാണ് പല സീനുകളും. എല്ലാവരുടെയും പെർഫോമൻസും അവരുടെ ടൈമിംഗും ഒക്കെ ഒന്നിനൊന്നും മികച്ചതായിരുന്നു. റഷ്യൻ ലാംഗ്വേജ് അവിടെ എവിടെയായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ സബ് ടൈറ്റിൽ നോക്കേണ്ടി വരും. ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് കണ്ണെടുക്കാൻ തോന്നാത്ത വിധം പോകുന്ന ഒരു കഥയിൽ അത് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. ബാക്കി ഓവറോൾ സിനിമ ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഹീറോയിന്റെ പെർഫോമൻസ്. ഇഗോർ ആയിട്ട് വന്ന യൂറി ബുർസോവിന്റെയും പിന്നെ നമ്മുടെ ഹീറോ ആയിട്ട് വന്ന മാർക്കിന്റെയും ടോറസ് ആയിട്ട് വന്ന കാരൻ കാരിഗലിന്റെയും ഒക്കെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ പടം ഓസ്കാറിന് ഡിസേർവിംഗ് തന്നെയായിരുന്നു. ദ സബ്സ്റ്റൻസ് പോലെയുള്ള പടങ്ങളോടൊക്കെ മത്സരിച്ചാണ് ജയിച്ചത്. അനോറയിൽ പറയുന്ന പൊളിറ്റിക്സ് സിനിമ അവാർഡ് നേടുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ്. കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ കണ്ടു നോക്കാം. സിനിമ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ബെറ്റർ 18 വയസ്സ് കഴിഞ്ഞവർ കാണാൻ ശ്രമിക്കുക. അത് അങ്ങനെയുള്ള സീൻസ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു ലെവൽ മെച്യൂരിറ്റി വേണമെന്നേ. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വരാം.